സാധാരണക്കാരന്റെ അന്നം മുട്ടിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ തിരുവനന്തപുരത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച രാപ്പകൽ സമരം കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയ പോരാട്ടമായി മാറിയിരിക്കുകയാണ്. ഈ സമരവേദിയിൽ വടകര MP ഷാഫി പറമ്പിൽ നടത്തിയ പ്രസംഗം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാവുകയാണ്. തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കാൻ നോക്കുന്ന മോദി സർക്കാരിനെതിരെ അതിശക്തമായ ഭാഷയിലാണ് ഷാഫി പ്രതികരിച്ചത്. തൊഴിലെടുത്ത് കിട്ടുന്ന പണം കൊണ്ട് തന്റെ പേരക്കുട്ടിക്ക് ഒരു 5 രൂപയുടെ മിഠായി വാങ്ങി കൊടുക്കുമ്പോൾ ആ മുത്തശ്ശിയുടെ മുഖത്തുണ്ടാകുന്ന സന്തോഷം കവരാൻ ഏത് 56-ഇഞ്ചുകാരൻ വന്നാലും കോൺഗ്രസ് അനുവദിക്കില്ല എന്ന ഷാഫിയുടെ വാക്കുകൾ തൊഴിലാളികൾ ആവേശത്തോടെയാണ് ഏറ്റെടുത്തത്. തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ലഭിക്കുന്ന തുച്ഛമായ വരുമാനം കേവലം ഒരു തുകയല്ല, മറിച്ച് നമ്മുടെ അമ്മമാരുടെയും സഹോദരിമാരുടെയും അഭിമാനമാണെന്ന് ഷാഫി പറമ്പിൽ ഓർമ്മിപ്പിച്ചു. മരുന്നിനും മറ്റ് ആവശ്യങ്ങൾക്കും വേണ്ടി മക്കളുടെ മുൻപിൽ കൈ നീട്ടാതെ സ്വന്തം കാലിൽ നിൽക്കാൻ ഈ പദ്ധതി അവരെ സഹായിക്കുന്നു. തന്റെ പേരക്കുട്ടിക്ക് ഒരു 5 രൂപയുടെ മിഠായി വാങ്ങി കൊടുക്കാൻ മകനോടോ മകളോടോ പൈസ ചോദിക്കാതെ സ്വന്തം കയ്യിൽ നിന്ന് എടുക്കുമ്പോൾ ആ മുത്തശ്ശിയെ ചേർത്ത് പിടിക്കുന്ന പേരക്കുട്ടിയുടെ മുഖത്തെ സന്തോഷം അത് കവരാൻ ആരെയും അനുവദിക്കില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. തൊഴിലുറപ്പ് പണം കൊണ്ട് ഒരു തോർത്തോ സാരിയോ കണ്ണടയോ അല്ലെങ്കിൽ വീട്ടു ചെലവുകളോ നടത്തുന്ന ലക്ഷക്കണക്കിന് കുടുംബങ്ങളുണ്ട് കേരളത്തിൽ. ഒരു മകന് അസുഖം വരുമ്പോൾ മരുന്ന് വാങ്ങാൻ മകന്റെ ഭാര്യയുടെ കയ്യിൽ രഹസ്യമായി പണം ഏൽപ്പിക്കാൻ ഒരു അമ്മയ്ക്ക് കരുത്ത് നൽകുന്നത് ഈ തൊഴിലുറപ്പ് വരുമാനമാണ്. സാധാരണക്കാരന്റെ ഇത്രയും ചെറിയ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും പോലും തകർക്കാൻ നോക്കുന്ന കേന്ദ്ര സർക്കാർ നടപടി ക്രൂരമാണെന്ന് ഷാഫി കുറ്റപ്പെടുത്തി. ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ അറിയാത്തവരാണ് ഈ പദ്ധതിയുടെ കടയ്ക്കൽ കത്തിവെക്കാൻ നോക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു ഇഞ്ച് പിന്നോട്ട് പോകില്ലെന്ന പ്രഖ്യാപനമാണ് ഈ രാപ്പകൽ സമരമെന്ന് ഷാഫി വ്യക്തമാക്കി. ഇതൊരു ധർമ്മ സമരമാണ്. രാപ്പകൽ വ്യത്യാസമില്ലാതെ ആയിരക്കണക്കിന് അമ്മമാരും സഹോദരിമാരും ഈ സമരവേദിയിലേക്ക് ഒഴുകിയെത്തുന്നത് കേന്ദ്ര സർക്കാരിന്റെ ധിക്കാരത്തിനുള്ള കൃത്യമായ മറുപടിയാണ്. വരും ദിവസങ്ങളിൽ ഈ സമരം രാജ്യ തലസ്ഥാനത്തേക്കും വ്യാപിപ്പിക്കുമെന്ന മുന്നറിയിപ്പും ഷാഫി പറമ്പിൽ നൽകി. ഷാഫി പറമ്പിലിന്റെ വാക്കുകൾ ഓരോ തൊഴിലാളികളുടെയും ഉള്ളിൽ വലിയ ആത്മവിശ്വാസമാണ് നൽകിയിരിക്കുന്നത്. കോൺഗ്രസ് എന്നും പാവപ്പെട്ടവന്റെ കൂടെ ഉണ്ടാകുമെന്ന ഉറച്ച സന്ദേശമാണ് ഈ സമരത്തിലൂടെ പുറത്തു വരുന്നത്. ഷാഫി പറമ്പിൽ നടത്തിയ ആ ആവേശകരമായ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം. ഒരു ദിവസം കിട്ടുന്ന 100-200 രൂപ, ആ 100-200 രൂപയിൽ നിന്ന് അവനവന് വാങ്ങേണ്ട മരുന്നിന് മക്കളുടെ മുമ്പിൽ തുകക്ക് കൈനീട്ടേണ്ടി വരാതെ നിൽക്കുന്ന ഒരു ആശ്വാസം ഈ പ്രിയപ്പെട്ട അമ്മമാർക്ക് സഹോദരിമാർക്കുണ്ട്. അവർക്ക് കിട്ടുന്ന ആ ചെറിയ തുകയിൽ നിന്ന് പേരക്കുട്ടികൾക്ക് ഒരു 5 രൂപയുടെ ഒരു മിഠായി വാങ്ങിക്കൊടുക്കാൻ അതിനും മകനോടും മകളോടും പൈസ ചോദിക്കാതെ അത് അവരുടെ കയ്യിൽ കൊടുക്കുമ്പോ ആ മുത്തശ്ശിയെ ചേർത്ത് പിടിക്കുന്ന പേരക്കുട്ടിയുടെ മുഖത്ത് കാണുന്ന ഒരു സന്തോഷത്തെ കവരാൻ ഏത് 56-ഇഞ്ചുകാരൻ തീരുമാനിച്ചാലും അതിവിടെ കോൺഗ്രസ് അനുവദിക്കില്ല എന്ന ഉറച്ച പ്രഖ്യാപനമാണ് ഈ സമരം. ഈ ധർമ്മസമരത്തിന് പോരാട്ടവീര്യവുമായി കടന്നു വന്നിട്ടുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അമ്മമാർ, സഹോദരിമാർ, തൊഴിലുറപ്പ് പ്രസ്ഥാനത്തിന്റെ കരുത്തായ പ്രിയപ്പെട്ട തൊഴിലുറപ്പ് പ്രസ്ഥാനത്തിന്റെ ഈ സംരക്ഷണ കവചം ഒരുക്കി ഇവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ട അമ്മമാരെയും സഹോദരിമാരെയും ആദ്യമായി ഹാർദമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുക. ഇവിടെ ഇരിക്കാൻ ഇരിപ്പിടമില്ലാതെ എന്റെ മുന്നിലും പുറകിലും അതുപോലെ വശങ്ങളിലുമെല്ലാം എഴുന്നേറ്റ് നിന്നും ഈ സമരത്തിന്റെ ഭാഗമാവുന്നവർ, സമാപന സമ്മേളനത്തിന്റെ സ്വാഗത പ്രസംഗം നടക്കുമ്പോഴും ഈ വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരിക്കുന്ന പ്രിയപ്പെട്ട തൊഴിലുറപ്പ് പ്രസ്ഥാനത്തിന്റെ ചോരയും നീരുമായ സഹോദരങ്ങൾ, ഒരു കാര്യം സംശയങ്ങൾക്കിടയില്ലാത്ത വിധം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രഖ്യാപിക്കുകയാണ്: അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഈ പ്രസ്ഥാനം ഒരു ഇഞ്ച് പുറകോട്ട് പോവില്ല എന്ന ഉറച്ച പ്രഖ്യാപനമാണ് ഇന്നലെയും ഇന്നുമായി നടക്കുന്ന ഈ വലിയ സമര കാഹളം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അത്യുജ്വലമായ സാന്നിധ്യം, രാപ്പകൽ വ്യത്യാസമില്ലാതെ ഈ സമരത്തെ കേരളത്തെ ജനാധിപത്യ വിശ്വാസികളുടെ ശ്രദ്ധയിലേക്കും രാജ്യം ഭരിക്കുന്നവരുടെ അവരുടെ ധിക്കാരത്തിനെതിരായിട്ടുള്ള ഒരു സന്ദേശത്തിന്റെ കരുത്തുമായി മാറുകയാണ്. ഇന്നലെ കാലത്ത് പ്രിയങ്കരനായ സംഘടനാ ചുമതലയുള്ള കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്ത ഈ സമ്മേളനത്തിലേക്ക് സഹപ്രവർത്തകരുടെ, സഹോദരങ്ങളുടെ, തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഒഴുക്ക് ഇനിയും നിന്നിട്ടില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും മനസ്സിലാവും. ഇത് സാധാരണക്കാരന്റെ കരുത്തിനെ കവരാൻ ആഗ്രഹിക്കുന്ന ഒരു ഗവൺമെന്റിനുള്ള അത്യുജ്വലമായ മറുപടിയാണ് ഈ മഹാസമര സംഗമം എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഈ തുക, തൊഴിലുറപ്പ് തൊഴിൽ ചെയ്ത് അവർക്ക് കിട്ടുന്ന തുക, അതെന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്ന് തിരിച്ചറിവുള്ള ഒരു ഗവൺമെന്റും
ഈ പ്രസ്ഥാനത്തിന്റെ കടക്കലിൽ കത്തിവെക്കാൻ നോക്കില്ലായിരുന്നു. അത് വിനിയോഗിക്കപ്പെടുന്നത് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണെന്ന് തിരിച്ചറിയുന്ന ഒരു ഭരണകൂടവും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഒരാശയങ്ങളും ഇതിനെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമങ്ങൾക്കും നേതൃത്വം കൊടുക്കില്ലായിരുന്നു. ഒരു ദിവസം കിട്ടുന്ന 100-200 രൂപ, ആ 100-200 രൂപയിൽ നിന്ന് അവനവന് വാങ്ങേണ്ട മരുന്നിന് മക്കളുടെ മുമ്പിൽ തുകക്ക് കൈനീട്ടേണ്ടി വരാതെ നിൽക്കുന്ന ഒരു ആശ്വാസം ഈ പ്രിയപ്പെട്ട അമ്മമാർക്ക്, സഹോദരിമാർക്കുണ്ട്. അവർക്ക് കിട്ടുന്ന ആ ചെറിയ തുകയിൽ നിന്ന് പേരക്കുട്ടികൾക്ക് ഒരു 5 രൂപയുടെ ഒരു മിഠായി വാങ്ങിക്കൊടുക്കാൻ അതിനും മകനോടും മകളോടും പൈസ ചോദിക്കാതെ അത് അവരുടെ കയ്യിൽ കൊടുക്കുമ്പോ ആ മുത്തശ്ശിയെ ചേർത്ത് പിടിക്കുന്ന പേരക്കുട്ടിയുടെ മുഖത്ത് കാണുന്ന ഒരു സന്തോഷത്തെ കവരാൻ ഏത് 56 ഇഞ്ചുകാരൻ തീരുമാനിച്ചാലും അതിവിടെ കോൺഗ്രസ് അനുവദിക്കില്ല എന്ന ഉറച്ച പ്രഖ്യാപനമാണ് ഈ സമരം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഒരു മേൽമുണ്ട് വാങ്ങാൻ, ഒരു തോർത്ത് വാങ്ങാൻ, അവനവൻ ഒരു മാക്സി വാങ്ങാൻ, ഒരു സാരി വാങ്ങാൻ, ഒരു ചെറിയ ബാഗ് വാങ്ങാൻ, ഒരു മരുന്ന് വാങ്ങാൻ, ഒരു കണ്ണടയൊന്ന് മാറ്റി വാങ്ങാൻ, ചിലർക്ക് ചെറുതായിട്ടൊന്ന് മുറുക്കാൻ, അങ്ങനെ ആവശ്യം വരുന്ന ചെറിയ കാര്യങ്ങൾക്ക് നീക്കിവെക്കുന്ന തുക. നിങ്ങൾ അറിയണം, അവരുടെ വീട്ടിലെ വരുമാന മാർഗമായ മകൻ, ആ മകന് അസുഖം വന്ന് കിടപ്പിലായാൽ ആ കുടുംബം അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് ചിലപ്പം മകൻ അറിയാതെ മകന്റെ ഭാര്യയുടെ കയ്യിലേക്ക് ഒരു 200 രൂപ വെച്ചു കൊടുത്തിട്ട് അവനോട് പോയി ഒന്ന് ഡോക്ടറെ കാണിക്കാൻ പറ എന്ന് പറയുന്ന ഒരു അമ്മ മനസ്സറിയുന്ന ഒരാൾക്കും ഈ പദ്ധതിയെ തുരങ്കം വെക്കാൻ കഴിയുമായിരുന്നില്ല.